സച്ചിക്ക് ഒരു നിവൃത്തിയില്ലാതെ സച്ചി എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ സച്ചി ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ഈ സമയത്ത് അടുത്തുള്ള ഒരു അമ്പലത്തിൽ കയറി ഗണപതി ഭഗവാനെ തൊഴുതിട്ട് പറയുന്നുണ്ട്, ഗണപതി ഭഗവാനെ, ഞാനൊരു സങ്കടത്തിലായിപ്പോയി, എന്നെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം, എൻ്റെ അച്ഛൻ്റെ ജീവനെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ട് സച്ചിക്ക് ഫോൺ വരുന്നുണ്ട്. സച്ചി ഫോൺ എടുക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വീണ്ടും ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സച്ചി എന്ത് ചെയ്ത് എടുത്തപ്പോൾ വർക്ക്ഷോപ്പിലുള്ള ആളാണ്. അപ്പോൾ പറഞ്ഞ് നിൻ്റെ വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞ് നീ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ നോക്കി, ഇവിടെ ഇട്ടിരുന്നാൽ ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ വണ്ടി വിൽക്കുന്നോ എന്ന്. അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട് ഞാൻ എന്താ വരുന്നുണ്ട്. സച്ചി പിന്നെ വേറെ ഒന്നും തീരുമാനിച്ചില്ല. എൻ്റെ വണ്ടിയാണെങ്കിൽ വണ്ടി എന്ത് വന്നാലും വിറ്റ് എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ സച്ചിക്കുള്ളൂ. സച്ചി എത്രയും പെട്ടെന്ന് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി എന്നുള്ള രീതിക്ക് സച്ചി നേരെ വർക്ക്ഷോപ്പിലേക്ക് വരികയാണ്. ഈ സമയം ദേവു നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട്. ശ്രീകാന്തിനെ വിളിച്ചിട്ട് ശ്രീകാന്തിനോട് പറയുന്നു, ശ്രീകാന്ത്, നീ എന്നോടും എൻ്റെ ചേച്ചിയോടും കാണിച്ചത് ഭയങ്കര ചതിയായിപ്പോയി. എൻ്റെ ചേച്ചിയുടെ അവസ്ഥ നിനക്കിപ്പോൾ എന്തെന്നറിയാമോ? ഞങ്ങളുടെ ഒരു ദൈവമായിരുന്നു നിൻ്റെ അച്ഛൻ. ഞങ്ങളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം നിൻ്റെ അച്ഛനെയാണ് ഞങ്ങൾ ദൈവമായിട്ട് കണ്ടിരുന്നത്. ആ അച്ഛനെയാണല്ലോ നീ എൻ്റെ വീട്ടുകാരെ നീ പറ്റിച്ചു, എന്നെയും പറ്റിച്ചു, എൻ്റെ ചേച്ചിയെയും പറ്റിച്ചു. പക്ഷെ നീ അറിഞ്ഞോ എന്തോ ആണോന്ന് ചോദിക്കുന്നു. നിൻ്റെ അച്ഛൻ സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുകയാണ്, എത്രയും പെട്ടെന്ന് പോയി നോക്കുക, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല, ബ്ലോക്ക് ഉണ്ട്, 3 ബ്ലോക്ക് ഉണ്ട്, സർജറി ചെയ്യണം, എത്രയും പെട്ടെന്ന് രൂപ ശരിയാക്കി കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ആശുപത്രിയിൽ പോവുക. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ശ്രീകാന്ത് ഫോണങ്ങ് വെച്ച്. ശ്രീകാന്തിന് വല്ലാത്ത ടെൻഷനായി. ശ്രീകാന്ത് കിടന്ന് കരയുകയാണ്. അപ്പോഴത്തേക്കും വർഷവും ചോദിക്കുന്നത്, എന്താണ് ശ്രീകാന്ത്? അതെ, എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലാണ്, എത്രയും പെട്ടെന്ന് അച്ഛനെ എനിക്ക് കാണണം, എനിക്കൊരു സമാധാനമില്ല, ഞാൻ നിമിത്തമല്ലേ എൻ്റെ അച്ഛനിങ്ങനെ. അച്ഛൻ എന്ത് പറ്റിയാൽ അറിയില്ല, അച്ഛന് ബ്ലോക്ക് ഉണ്ട്, സർജറി ചെയ്യണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് അച്ഛനെ കാണണം. അതിന് അച്ഛനെ കാണാമല്ലോ, ശ്രീകാന്ത് പോയി കണ്ടിട്ട് പോകാൻ. ഞാനിവിടെ നിൽക്കാം, ഞാൻ വരുന്നില്ല, ഞാൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകും, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. ശ്രീകാന്ത് തന്നെ ആശുപത്രിയിൽ പോയി അച്ഛനെ കാണിക്കാതിരിക്കാൻ വഴിയില്ല, കാണിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീകാന്തിനെ സമാധാനിപ്പിച്ച് വർഷം. അങ്ങനെ ശ്രീകാന്ത് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അങ്ങനെ രേവതി അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ, എനിക്ക് ഈ നൂല് ചരട് കൊണ്ടുപോയി അച്ഛൻ്റെ കയ്യിൽ കെട്ടിക്കൊടുത്താലേ സമാധാനം ആവുള്ളൂ. മോളെ, നീ അവിടെ പോയാൽ നിന്നെ അവർ കേട്ടില്ല. ഇല്ല അമ്മേ, എനിക്കിത് കെട്ടിക്കൊടുത്താലേ പറ്റുള്ളൂ, അപ്പോഴത്തേക്ക് അച്ഛന് പെട്ടെന്ന് അസുഖം മാറും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതി എന്ത് ചെയ്ത് ഈ ചരടുമായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഈ സമയം സച്ചി വർക്ക്ഷോപ്പിൽ പോയി തൻ്റെ വണ്ടീനെ മൊത്തത്തിൽ അങ്ങ് നോക്കുകയാണ്. ഈ വണ്ടീനെ എങ്ങനെ വിൽക്കും, എനിക്ക് എൻ്റെ പ്രാണവായുവാണ് ഈ വണ്ടീനെ എങ്ങനെ വിൽക്കും എന്ന് പറഞ്ഞ് അങ്ങനെ സച്ചി ആ വണ്ടീനെ വിറ്റു അവിടെ നിന്ന് കാശുമായിട്ട് സച്ചിയും നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. ഈ സമയം ശ്രീകാന്ത് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. സച്ചി പക്ഷെ തൻ്റെ കാറിനെ വിറ്റപ്പോൾ സച്ചിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട്. തൻ്റെ അച്ഛനെയും വേണം, കാറിനെയും വേണം, പക്ഷേ എന്ത് ചെയ്യാനാണ്? പക്ഷെ ദൈവത്തെ പോലെയാണ് ആ കാർ വർക്ക്ഷോപ്പിൽ ഉടമ പൈസ കൊടുക്കുന്നതും. അപ്പോൾ അതിൽ പരം വേറൊരു സന്തോഷമില്ല. അങ്ങനെ സച്ചി പൈസയുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അങ്ങനെ സച്ചി ഓടിപ്പാഞ്ഞ് പൈസയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അപ്പോഴത്തേക്ക് അമ്മ കേൾക്കുന്ന, മോനെ, നിനക്ക് ഈ പൈസ എവിടെ നിന്നാണ് കിട്ടിയത്? അത് അമ്മേ, ഞാൻ എൻ്റെ കാറ് വിറ്റു. ചന്ദ്രയ്ക്കങ്ങ് വല്ലാത്ത സങ്കടമായിപ്പോയി. സച്ചിയുടെ പ്രാണവായുവായിട്ട് കൊണ്ട് നടന്നതാണ്. മോനെ എന്ന് വിളിച്ചും കൊണ്ട് പൊട്ടിക്കരഞ്ഞ കേട്ടോ. സച്ചിനെ ഇഷ്ടമില്ല, പക്ഷേ ഈ കാര്യത്തിൽ അങ്ങ് സച്ചിനോട് ഭയങ്കര ഇഷ്ടം അങ്ങ് തോന്നുകയാണ്. എന്നിട്ട് പറഞ്ഞ്, ഇനിയും പൈസ വേണമല്ലോ എന്ന് പറഞ്ഞാൽ, അതിനെന്താ, എൻ്റെ കഴുത്തിൽ കിടക്കുന്നതൊക്കെ ഞാൻ ഊരിത്തരാം, എനിക്ക് എൻ്റെ രവിയേട്ടനാണ് വലുത്, അല്ലാതെ എനിക്ക് ആഭരണമല്ല വലുത്. അങ്ങനെ സച്ചിയും കയ്യിൽ മാലയും എല്ലാം ഊരി പറക്കി കൊടുക്കുകയാണ്. ഈ സമയം സുധീരെ കഴുത്തിൽ കിടന്ന മാലയെ ഉരുക്കൊടുക്കുന്നുണ്ട്. വല്ലാത്ത ധർമ്മസങ്കടം, അത് കാണുമ്പോൾ തന്നെ നമ്മൾ കരഞ്ഞു പോകും കേട്ടോ. അപ്പോഴത്തേക്കും ഇത് മറഞ്ഞു നിന്നും കൊണ്ട് രേവതി ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷെ രേവതിയെ ആർക്കും കാണാൻ പറ്റുന്നില്ല. രേവതി മറഞ്ഞു നിന്ന് ഈ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ സച്ചി പൈസ അടയ്ക്കാൻ വേണ്ടി പോവുകയാണ്. പൈസ അടയ്ക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ഓടി ഇരച്ചുകൊണ്ട് വരികയാണ് ഹോസ്പിറ്റലിലേക്ക്. ശ്രീകാന്ത് അങ്ങനെ ഓടിക്കിതച്ച് വരികയാണ്. അമ്മേ, അച്ഛൻ എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ, അമ്മേ, നിൻ്റെ ഏതമ്മ
നിനക്കിവിടെ അമ്മയും ഇല്ല അച്ഛനും ഇല്ല. ശ്രുതിയാണെങ്കിൽ ശ്രുതി പറയുന്നേടാ നീ ഒരുത്ത നിമിത്തമാണ് ഇതെല്ലാം ചെയ്തു വെച്ചത്. നീ നിനക്ക് അച്ഛനെ കാണണോ? നിനക്ക് അച്ഛനെ കാണാൻ സമ്മതിക്കില്ല. നീ ഒരു പെണ്ണിൻ്റെ പുറകേനല്ലേ പോയത്, അവളെ പുറകേനെ പൊക്കിയത്. നിനക്കിവിടെ അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയം എനിക്ക് അച്ഛനെ ഒന്ന് കണ്ടാൽ മതി, പറ്റില്ല. എനിക്കിനി 2 മക്കൾ മാത്രമേ ഉള്ളൂ, ശ്രുതിയും സച്ചിയും മാത്രമേ ഉള്ളൂ. നീ എനിക്ക് മകനല്ല. നിനക്ക് ഏതമ്മയാടാ? നിനക്ക് അമ്മയും ഇല്ല അച്ഛനും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി ശ്രീകാന്തിൻ്റെ ഷർട്ടിനെ പിടിച്ച് വലിച്ച് ഉടച്ച് ഉന്തി ചോദിക്കുന്നുണ്ട്. ഈ സമയമാണ് സച്ചി കയറി വരുന്നത്. സച്ചി ഇത് കണ്ടുകൊണ്ട് വരും. സച്ചി പറഞ്ഞു, നിനക്കിവിടെ നിൽക്കാൻ പറ്റില്ല, നിനക്ക് കാണാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ നിൽക്കുന്ന അടി വാങ്ങാതെ നീ ഇവിടെ നിന്ന് പോകുന്നു. നീ എൻ്റെ കുടുംബത്തിലോ നിനക്ക് അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് മേലിൽ നീ ഇങ്ങോട്ട് വരാനും പാടില്ല. ആകെ ധർമ്മസങ്കടത്തിലായി നമ്മുടെ ശ്രീകാന്തിന് അച്ഛനെ കാണാതെ തിരിച്ചു പോവേണ്ടതായിട്ട് വന്നു.